ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ മനോഹർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ രാഹുൽ മുമ്പിൽ തന്നെ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തിനാടാ ഇപ്പോൾ നീ ഇങ്ങോട്ട് വന്നത്? നിനക്ക് ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് നമ്മുടെ സരിയും മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ടോ. എന്താ അച്ഛനോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാ, ആദ്യ രാത്രി കഴിഞ്ഞോ, ഹണിമൂൺ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ എന്ന്. തലയ്ക്ക് സുഖമില്ല മോളെന്ന് പറയാണ്. ദേ അച്ഛൻ വഴുതിട്ട് നടക്കുന്ന ഒരാളാണെന്ന് അമ്മ പറയാറുണ്ട്. അമ്മക്ക് അതിലെന്തൊക്കെയോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ട്. ദേ ആ സ്വഭാവം എൻ്റെ മനുവേട്ടൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി നോക്കണ്ട എന്ന് പറയാണ്. എൻ്റെ മോളു ഇയാളെ കൊണ്ട് പോയിട്ട് എനിക്കൊരു രക്ഷയില്ല. അവിടെ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയ ആളാ. പിന്നെ കാണുന്നേരില്ല. നോക്കിയപ്പോൾ അവിടുത്തെ അമേരിക്കൻ ഫ്രണ്ട്സിന് മുമ്പിൽ ഞാൻ നാണം കേട്ടു. അമ്മായച്ചൻ എവിടെയെന്ന് അവരെല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ ദേ ആളെ പരിചയപ്പെടുത്താൻ പോയപ്പോഴേക്കും ആളവിടെ ഇല്ലെന്ന് പറയാണ്. അപ്പോഴേക്കും സരിവ് പറയണ്ടേ, ഞാൻ പറഞ്ഞതല്ലേ മനുവേട്ട, അച്ഛനെ കൊണ്ടുവന്ന് നിൽക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി, മനുവേട്ട നാണക്കേടായില്ലേ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് രാഹുൽ പറഞ്ഞു, നാണക്കേട് നിങ്ങൾക്കൊക്കെ ഒരു സമയത്ത് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാവാനാ ഇനിയുള്ളത് എന്ന് പറയാണ്. മനോഹർ പറഞ്ഞിട്ട്, അച്ഛനെ മരുന്നൊന്നും കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു സരി എന്ന് പറയുമ്പോൾ, അതേടാ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എന്ന് രാഹുൽ പറയാണ്. സരിവ് പറയുന്നുണ്ട്, അത് എനിക്ക് മനസ്സിലായി, അമ്മ പറയാറുണ്ട് മരുന്ന് കൊടുക്കുമ്പോഴേ മരുന്ന് കഴിക്കണ പോലെ കാണിച്ചിട്ട് തുപ്പിക്കളയാണെന്ന്, അതുകൊണ്ട് അസുഖം മാറാത്തതെന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ട്, എന്തായാലും ഇനി ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറയാണ്. സരിവ് പറയണ്ട, അല്ല അച്ഛനൊരു സുഹൃത്തിന്റെ കല്യാണമായിരുന്നില്ലേ ഇന്നലെ, അച്ഛൻ എന്താ പോവാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ പോകാനും മോളൂ, അവിടെ പോയി കഴിഞ്ഞല്ലേ തിരിച്ചു വരും എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം സരിവ് പറയണ്ട, വാ മനുവേട്ടാ, അച്ഛനോട് സംസാരിച്ച് നിന്നാലേ നമുക്ക് വട്ടുപിടിക്കും, വാ മുകളിലേക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയണ്ട്, അല്ല മോൾക്ക് പുറത്തു പോയിട്ട് എന്തൊക്കെയോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് പുറത്തേക്കൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറയാണ്. എടാ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും സരിയോ ചോദിക്കണ്ട്, അതെന്തിനാ പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണത്? അല്ല പരിചയക്കാരൊക്കെ കാണില്ലേ, ഏത് പരിചയക്കാരി കാണുന്ന കാര്യമാണ് അച്ഛൻ ഈ പറയണത് ചോദിക്കുമ്പോൾ, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളും, അസുഖമൊന്നും ശരിക്കും മാറിയിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാണ്. മോളും എന്തായാലും റെഡിയാവും, നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരീനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ് മനോഹർ. ആ സമയത്താണ് അപ്പുറത്തേക്ക് ഒരു വണ്ടി വരുന്ന ഒച്ച രാഹുൽ കേൾക്കണത്. രാഹുൽ ജനലിൽ കൂടി നോക്കുമ്പോഴേക്കും കിരണും കല്യാണി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുവാട്ടോ. രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കിരണിൻ്റെ അടുത്തുനിന്ന് ആ കല്യാണിനെ അവളുടെ കുഞ്ഞെ വേർപെടുത്തണം, എൻ്റെ കിരണിനെയും എൻ്റെ മോളെയും ചേർത്ത് വെക്കണം, എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ കല്യാണിയും കിരണും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കല്ലുമോനെ പിടിച്ചുകൊണ്ട് ദീപ അവിടെ നിൽക്കുന്നുണ്ട്. ആ കല്ലുമോനെ എന്ന് പറഞ്ഞിട്ട് കല്യാണി വേഗം തന്നെ കല്ലുമോൻ്റെ അടുത്തേക്ക് പോവാണ്. മോനെ വാ എന്ന് പറഞ്ഞിട്ട് കല്ലുമോനെ എടുക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണി കിരൺ പറയുന്നുണ്ട്, എന്തായാലും അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തി അമ്മേ, ഇനി അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ യാത്ര ചെയ്യേണ്ടി വരും, എനിക്ക് കുറച്ച് അമേരിക്കയിൽ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അവർക്കൊക്കെ പരിപാടി വെക്കുവാണെങ്കിൽ ഇവളെ വിളിക്കുമായിരിക്കും, അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഒരു മാസമോ 2-3 ആഴ്ചയൊക്കെ മാറി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, ഇനി ഞാൻ എന്തായാലും മാറി നിൽക്കില്ല, അഥവാ മാറി നിന്നാലേ കിരണേട്ടനും മോനും എൻ്റെ കൂടെ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ എവിടേക്കും പോകില്ല എന്ന് കല്യാണി പറയുകയാണ്. കിരൺ പറയണ്ട, അല്ലെങ്കിലും നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ലല്ലോ കല്യാണി, ഇത് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം ആയതുകൊണ്ടിട്ടല്ലേ നിന്നെ ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക് വിടുന്നത്, ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാനും കല്ലുമോനും ഒക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുവാട്ടോ കിരൺ. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടും അതുപോലെ തന്നെ വളരെ അസൂയയോടുകൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശ് നല്ല ഫാൻസി ഡ്രസ്സ് പോലത്തുള്ള ഒരുപാട് കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുകളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി വരട്ടെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അത് കണ്ടുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ പ്രകാശ, എന്താണ് ഇത് എന്ന് ഞാൻ ഈ കാണുന്നത് നോക്കുമ്പോൾ, എങ്ങനെ ഉണ്ടാമെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്താ ബ്യൂട്ടിഫുൾ? കൊള്ളാലോ, അപ്പൊ ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിച്ചു അല്ലേ? പിന്നെ നിനക്ക് മാത്രം പഠിച്ചാൽ മതിയോ? നീ വിക്രത്തിന്റെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. കൊച്ചു കള്ളി, അതൊക്കെ അറിഞ്ഞു അല്ലേ എന്ന് പറയണം. അമ്മേ, ഈ കാർത്തിക ഫുഡ്സ് കമ്പനിയിലെ ഒരേ ഒരു MD ആയിട്ടുള്ള കാർത്തികയുടെ ഒരേ ഒരു അച്ഛനല്ലേ അമ്മേ ഞാൻ, അപ്പോൾ എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അതെന്താ മോന്, എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ മാത്രമല്ല എൻ്റെയും കൂടി അല്ലേ ഉള്ളത്, നമുക്ക് 2 പേരക്കുട്ടികളാണ് എനിക്കുള്ളത്, കാർത്തിക വിക്രവും. എനിക്ക് അങ്ങനെ തന്നെ അമ്മേ 2 മക്കളാണ് ഉള്ളത്, കാർത്തികയും അതുപോലെ തന്നെ വിക്രവും എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് കാർത്തിക അവിടെ ഒരു മൂലക്ക് നിൽക്കിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രകാശിനെ എല്ലാമേ എങ്ങനെയുണ്ട് എന്നെ കാണാനായിട്ട് പറയുമ്പോൾ, നിന്നെ കാണാൻ 10 വയസ്സ് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ല എങ്ങനെയുണ്ടെന്ന്.
നല്ല ഭംഗിയില്ല നിന്നെ കാണാൻ വേണ്ടി എന്ന് പറയണമെങ്കിൽ നമുക്കൊരു സെൽഫി എടുത്താലോ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ നമ്മുടെ മുത്തശ്ശിനും അമ്മുമ്മനെയും ചേർത്ത് പിടിച്ചിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രകാശൻ ആ ഫോട്ടോ ഒക്കെ നോക്കുവാണ്. എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കണോ, അമ്മേനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഈ ഫോട്ടോ ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കണ്ട, അമ്മക്ക് എൻ്റെ അത്ര ലുക്കില്ലാത്തതുകൊണ്ട് അയച്ചു കൊടുത്താൽ ശരിയാവില്ല. അമ്മക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയാവോ? പിന്നെ എനിക്കറിയാം, എനിക്ക് ഫോണൊക്കെ പിടിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അറിയാം, എങ്കിൽ ഞാനതൊന്ന് കാണട്ടെ, അമ്മ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തേ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്മുടെ അമ്മൂമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രകാശൻ ഓരോരോ പോസ് നിൽക്കുവാണ്. ആ ഫോട്ടോകളെല്ലാം തന്നെ അമ്മൂമ്മ എടുക്കുന്നുണ്ട്. തല കുറച്ച് പൊക്കി പിടിക്കുക, തല കുറച്ച് താഴ്ത്തി പിടിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അതിനുശേഷം ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫോട്ടോസ് പറയുമ്പോൾ വലിയ തിരക്കേടില്ല. തിരക്കേടില്ലെന്നോ, നന്നായിട്ടുണ്ട്, വിക്രം എടുക്കണേക്കാളും നന്നായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിന്നെ നേരിട്ട് കാണുന്നേക്കാളും ഫോട്ടോ കാണാൻ കൊള്ളാം. എന്താമേ എന്നെ നേരിട്ട് കാണാൻ അത്ര മോശമാണോ? ഇതേപോലെ തന്നെ ഇല്ലേമേ എന്നെ നേരിട്ട് കാണാനായിട്ട്? പിന്നെ ഫോട്ടോ കാണുന്ന പോലെ തന്നെയാണ് നിന്നെ നേരിട്ട് കാണാൻ. അപ്പോൾ എന്നെ കാണാൻ അത്ര ലുക്ക് ഉണ്ടല്ലേ അല്ലേ അമ്മേ? പിന്നെ നീ നല്ല സുന്ദരനായിട്ടുണ്ടടാ. ഇപ്പോൾ എൻ്റെ മോനാണെന്ന് ആരും പറയും, ഒരു സുന്ദരി വന്നിരിക്കുന്നു എന്നൊക്കെ പറയട്ടെ. അവരിങ്ങനെ പിന്നെയും ഫോട്ടോസൊക്കെ ഇന്ന് നോക്കിയിരിക്കുക കേട്ടോ. അട്രീഷ പ്രകാശം പറഞ്ഞ് ഈ ഫോട്ടോസൊക്കെ ഇനി അയച്ചു കൊടുക്കണം എന്ന് പറയാണ്. ആർക്ക് അയച്ചു കൊടുക്കണമെന്ന് കാര്യമാടാ നീ പറയണേക്കുമ്പോൾ? അതൊക്കെ ഉണ്ടമ്മേ, ഇന്റർവെല്ലേ ആയിട്ടുള്ളൂ, ക്ലൈമാക്സ് ആയിട്ടില്ല. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും അമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് പറയുവാണ്. അതിനുശേഷം പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ്, എടി ദീപേ, സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹവും ഇപ്പം ഇല്ല. പക്ഷെ നിന്റെ മുമ്പിലും നിന്റെ മോളുടെ മുമ്പിലൊക്കെ എനിക്ക് നല്ല പണക്കാരനായിട്ട് അന്തസ്സായിട്ട് ജീവിക്കണോടി, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കല്യാണം കഴിക്കണത് തന്നെ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. കാർത്തിക ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ പുച്ഛത്തോട് കൂടിയിട്ടും നോക്കിക്കാണുക കേട്ടോ. ശേഷം കാർത്തിക അവിടെ നിന്ന് മാറിയിട്ട് അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മയുടെ മുൻ ഭർത്താവ് അയച്ച ഫോട്ടോസൊക്കെ കിട്ടിയോ? എങ്ങനെയുണ്ട് കാണട്ടെ? ആള് സുന്ദരനായിട്ടുണ്ടോ? സുന്ദരൻ എൻ്റെ മനസ്സിലെ മോളെ, അവനെ കൊരങ്ങന്റെ രൂപം എന്ന് പറയാണ്. അവനിപ്പോ അമ്മയുടെ ഭയങ്കര പ്രണയമാണെന്ന് പറയുമ്പോ, പ്രണയോ? അവന് ഭൂതമാണ്, ഭൂതം, പ്രേതം. എൻ്റെ മനസ്സിലാവും പ്രേതമാണ് മോളെ, അവന് ശവമാണ്, വെറും ജഡം. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണമ്മേ എന്ന് പറയാണ്. അവനും അവൻ്റെ മോനും ഉണ്ടല്ലോ, അവൻ്റെ മോനെയായിരുന്നു ആദ്യ പ്രണയ രോഗം, ഇപ്പൊ അവനും ബാധിച്ചിട്ടുണ്ട്. ആ പ്രകാശം എന്ന് പറഞ്ഞവനെ അവർ രണ്ടുപേരും തീക്കടലിലൂടെ ഓടിക്കണമേ നമുക്ക് എന്ന് പറയുമ്പോൾ, അത് നമ്മളെ നീ മറ്റൊരാളെ വിട്ടുപോയത്, അവരെ ഈ വിധത്തിലാക്കിയത് ആ കിളവി, അവരുടെ അമ്മ, അവരെ ഇതേപോലെ അനുഭവിപ്പിക്കണം എന്ന് പറയാണ്. അതേമേ, നമുക്ക് എന്തായാലും 3 പേര് നമുക്ക് 3 വഴിക്കാക്കി തീക്കടലിലൂടെ ചുട്ടെടുക്കണം എന്നൊക്കെ കാർത്തികയുടെ അമ്മയും കൂടി പരസ്പരം പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി നമ്മുടെ കല്ലുമോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ വരുന്നുണ്ട്. കൊള്ളാലോ, കല്ലുമോനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാടാ മോനെ എന്ന് പറയുമ്പോൾ, വേണ്ട, ഞാൻ കുറച്ചേരം കൂടി മോൻ എടുക്കട്ടെ, ഇനി കുറച്ച് സമയം കൂടിയല്ലേ എനിക്ക് മോൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോഴേക്കും ഞാൻ പോവുമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും കിരൺ പറയാനുണ്ട്, ഒരു കണക്കിന് ഇതൊക്കെ നല്ലതാണ് കല്യാണി, നമ്മൾ മക്കളെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കാൻ പാടില്ല, മക്കളെ നിന്ന് ഇടയ്ക്ക് അകന്നൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്, മുതിർന്നവർ പറയാറില്ലേ, അതൊക്കെ സത്യമാണ് കല്യാണി. നാളൊരു സമയത്ത് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിച്ച് ഒരു ഉദ്യോഗസ്ഥരാകുമ്പോഴേക്കും നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോകും. അപ്പം നമ്മൾ വിഷമിക്കണേക്കാൾ നല്ലത് ഇപ്പം നമ്മൾ കുറച്ച് വിഷമിക്കണത് തന്നെയാ എന്ന് പറയാണ്. കല്യാണിക്കറിയാം, ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ അമ്മയും സോണിയൊക്കെ എന്ത് കരച്ചിലായിരുന്നു. അന്ന് എന്നെ പ്രണയിക്കണ പോലെ അഭിനയിച്ചത് കൊണ്ട് സരിയും ഇത് മോങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, എന്തായാലും എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിനെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കുന്നത്, കാരണം നാളൊരു സമയത്ത് നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെയൊക്കെ ജീവിതം വളരെ കുറച്ചിലേക്ക് കിരണേട്ടനുള്ളൂ, നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല, അപ്പോൾ ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കണം കിരണേട്ട, എനിക്ക് അത്രയേ ഉള്ളൂ. അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് കല്ലുമോനെയും കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് പോകുവാട്ടോ. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുവാണ്. അതെല്ലാം കണ്ടുകൊണ്ട് ജനലിൽ കൂടി ബഗാസുരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സന്തോഷം അധികം നാളെ വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ആ കല്യാണിനെയും അവളുടെ മോനെയും അവനിൽ നിന്ന് അകറ്റണം, എന്നിട്ട് എൻ്റെ മോളെയും അവനെയും ചേർത്ത് വെക്കണം, അതാണ് ഇനി എൻ്റെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.